ഒരു ഹിഡനായിട്ടുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉയരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. എത്ര ആഗ്രഹിച്ചാലും ജീവിതത്തിലൊരു പരിധി കൂടുതൽ ഉയർന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഇത് താഴേക്ക് പിടിച്ചു വലിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതത്തിലൊരു ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഉയർച്ചയിലൂടെയാണ്, ചിന്തകളുടെ ഉയർച്ചയിലൂടെയാണ് വരുന്നത്. നമുക്ക് നാളെ ഒരു കാലത്തെക്കുറിച്ച് വിശാലമായി ഉയർന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ വിഭാവനം ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉയരുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിലൂടെ എപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും നടക്കുന്ന പല നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓവറായിട്ട് ആവർത്തിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ തക്ക വിധമുള്ള ചിന്തകൾ മനസ്സിൽ വരാത്ത വിധം പരിമിതപ്പെട്ടു പോകും. അതാണ് ഈ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും ദൂഷ്യവശം എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള അറിവുകളും എൻ്റെ പ്രാക്ടീസുകളുമാണ് എന്നെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റിയത്. അതിനെന്നെ സഹായിച്ച ചില പോയിന്റുകൾ പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓവർ തിങ്കറാണ് എന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യരുത്, സ്വയം ഒരു ലേബൽ കൊടുക്കരുത് എന്നുള്ളതാണ്. നമുക്കുണ്ടാകാം ചിന്തകൾ, മനുഷ്യസഹജമായ ചിന്തകൾ ചില സമയങ്ങളിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചിന്തകൾ കടന്നു വരുമ്പോൾ എനിക്ക് ഓവർ തിങ്ക് ഒരുപാടുണ്ട്, ഞാനൊരു ഓവർ തിങ്കറാണ് എന്നൊക്കെ സ്വയം അങ്ങ് സമ്മതിച്ചു കൊടുത്ത് ആവർത്തിച്ച് അഫേം ചെയ്ത് ഉറപ്പിക്കരുത്. നമ്മളതിനെ സ്വയം പറയുകയാണ് ഞാൻ അങ്ങനെ ഒരാളാണ് എന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് നമ്മുടെ ലേബലാക്കി, നമ്മുടെ ഐഡൻറ്റിറ്റിയാക്കി നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കും. നമുക്ക് അങ്ങനെ ഒരു ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലേബലിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയുടെ പുറത്തായിരിക്കും പിന്നെ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ചിന്തകളും എല്ലാം വരുന്നത്. ഒരിക്കലും നമ്മൾ സ്വയം സമ്മതിച്ചു കൊടുക്കരുത് ഞാനൊരു ഓവർ തിങ്കറാണെന്നുള്ളത്. പകരം നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് അത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മൾ സ്വയം മനസ്സുകൊണ്ട് പറയുക, ഇത് താൽക്കാലികമാണ്, ഞാൻ സത്യത്തിൽ ഒരു ശാന്തമായ മനസ്സുള്ളൊരു വ്യക്തിയാണ്, ഞാൻ വളരെ കാമാണ് എന്ന് സ്വയം പറഞ്ഞ് അങ്ങനെ ഒരു ലേബൽ നമ്മൾ സ്വയം ഉള്ളിൽ സൃഷ്ടിക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്.